ഊട്ടി ട്രിപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ദൊഡ്ഡബെട്ട പീക്കിലേക്കാണ്. ഊട്ടി യാത്രികരുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുന്ന ഒരു പേരാണിത്. हाथ से टूट भी गया ना। एंग्लो से 700 टोपी 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 एंग्लो से 700 टोपी टोपी നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 2637 മീറ്റർ. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത്. തെക്കേ ഇന്ത്യയിൽ രണ്ടാമതും. മഞ്ഞുകാലത്ത് താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. വേനൽക്കാലത്ത് കുറഞ്ഞത് 10 ഡിഗ്രിയും കൂടിയത് 21 ഡിഗ്രി സെൽഷ്യസും. ഇവിടേക്കുള്ള എൻട്രി ഫീസ് 10 രൂപ മാത്രമാണ്. ഊട്ടിയുടെ 360 ഡിഗ്രിയിലുള്ള കാഴ്ച ലഭിക്കുന്ന ഒരു ഒബ്സർവേറ്ററി ഉണ്ട് ഇവിടെ. ഇതിലൂടെ താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് എത്തിച്ചേരുക. ഊട്ടിയുടെ അതിമനോഹരമായ ദൃശ്യം ഇവിടെ നിന്ന് കാണാനാവും. ദൊഡ്ഡബെട്ട എന്ന കന്നഡ വാക്കിന് അർത്ഥം വലിയ കുന്ന് എന്നാണ്. ഇതിനെ സൂയിസൈഡ് പോയിന്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. ധാരാളം തെന്നിന്ത്യൻ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായിട്ടുണ്ട് ഈ പ്രദേശം. Over time, as the demand for our chocolates grew, we listened to our customers and decided to take a big step forward. To meet the increasing requests, we have expanded our production by upgrading to larger machines and creating more space. This expansion allows us to maintain the quality you love. ദൊഡ്ഡബെട്ടയ്ക്ക് ശേഷം ഞങ്ങൾ പിന്നെ പോയത് ടീ ഫാക്ടറി കാണാനാണ്. എൻട്രി ഫീസ് 30 രൂപയാണ് നമ്മളിൽ നിന്ന് ഈടാക്കുക. പക്ഷേ അതിന് തത്തുല്യ മൂല്യമുള്ള ചോക്ലേറ്റ് അവർ പകരമായി നൽകുന്നുണ്ട്. ഫാക്ടറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു 10 രൂപ എൻട്രി ഫീസായി വാങ്ങുന്നുണ്ട്. അതിനു പകരമായി നല്ല ഒരു മസാല ചായ നമുക്ക് തിരികെ കിട്ടുന്നു. ഇലച്ചായ, പൊടിച്ചായ, ഗ്രീൻ ടീ എന്നിങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ചായപ്പൊടികൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും.
ചായപ്പൊടി കൂടാതെ വിവിധങ്ങളായ ചോക്ലേറ്റുകളും ഇവിടെ ലഭ്യമാണ്. ഊട്ടി യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.